ബൈബിൾ പഠനം ജോഷുവയുടെ പുസ്തകം ബുക്ക് ഓഫ് ജോഷുവ. പഴയ നിയമ ഗ്രന്ഥത്തിലെ 6-ാമത്തെ ഗ്രന്ഥമാണ് ജോഷുവയുടെ പുസ്തകം. ഹീബ്രു ബൈബിൾ പ്രകാരം പൂർവ്വ പ്രവാചകന്മാരിൽ ആദ്യത്തേതാണിത്. പുറപ്പാട് സംഭവത്തിനും മരുഭൂമി നിവാസത്തിനും ശേഷം ഇസ്രായേൽ ജനം കാനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതും അനുബന്ധ സംഭവങ്ങളും ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നു. നൂനിൻ്റെ പുത്രനായ ജോഷുവയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. അതിനാൽ ജോഷുവയുടെ പുസ്തകം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാനുള്ള സമയമായി. 40 വർഷം മുമ്പ് ഈജിപ്ത് വിട്ടവരിൽ കാലബും ജോഷുവയും ഒഴിച്ചുള്ളവർ വിജനപ്രദേശങ്ങളിൽ വെച്ച് മരണമടഞ്ഞു. വിജനപ്രദേശങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ ഒരു പുതിയ തലമുറ രൂപം കൊണ്ടു. അനുഷ്ഠിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും അർപ്പിക്കേണ്ട ബലികളെക്കുറിച്ചുമെല്ലാം മരിക്കുന്നതിന് മുമ്പ് മോശ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. വാഗ്ദത്ത ഭൂമിയിലേക്ക് ദൈവജനത്തെ പ്രവേശിപ്പിക്കുന്നതിനോ അവിടെ കാലുകുത്തുന്നതിനോ ദൈവം മോശയെ അനുവദിച്ചില്ല. ദേശം ദൂരെ നിന്ന് നോക്കിക്കാണാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. അതിനാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാഗ്ദത്ത ഭൂമി ഇസ്രായേൽ ജനത്തിന് നൽകുക തന്നെ ചെയ്തു. മോശയുടെ പിൻഗാമിയായി ദൈവം തിരഞ്ഞെടുത്തത് ജോഷുവയെയാണ്. കാനാൻ ദേശം കൈയടക്കുക, അത് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുക എന്നീ ശ്രമകരമായ 2 ദൗത്യങ്ങളാണ് ജോഷുവ നിർവഹിക്കേണ്ടിയിരുന്നത്. ഈ ദൗത്യ നിർവഹണത്തിൻ്റെ ചരിത്രമാണ് ജോഷുവയുടെ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത്. വാഗ്ദത്ത ഭൂമി കരസ്ഥമാക്കാൻ ഇസ്രായേൽ ജനത്തെ നയിച്ച ജോഷുവയുടെ പേരിലാണ് ഗ്രന്ഥം അറിയപ്പെടുന്നത്. മോശയുടെ പിൻഗാമിയാകാനുള്ള തൻ്റെ യോഗ്യത ധീരതയിലൂടെ ജോഷുവ പ്രകടമാക്കി. കാനാൻ ദേശം ഉറ്റുനോക്കുവാൻ മോശ അയച്ചവരിൽ ജോഷുവയും കാലബും മാത്രമാണ് അവസരത്തിനൊത്ത് ഉയർന്നത്. വിവിധ ഗോത്രങ്ങൾക്ക് വാഗ്ദത്ത ഭൂമി ഭാഗിച്ചു കൊടുത്തതിൻ്റെയും ഇസ്രായേൽ ജനം അവിടെ താമസമുറപ്പിച്ചതിൻ്റെയും കഥയാണ് ജോഷുവ എന്ന ഗ്രന്ഥത്തിലുള്ളത്. മോശയുടെ മരണം മുതൽ ജോഷുവയുടെ മരണം വരെയുള്ള സംഭവങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. നൂനിൻ്റെ മകനായ ഹോഷേയയുടെ, അതായത് രക്ഷ എന്നർത്ഥം, ആ പേരാണ് മോശയാണ്, യാഹ്വേയാണ് രക്ഷ എന്നർത്ഥം വരുന്ന ജോഷുവ എന്നാക്കി മാറ്റിയത്. ജോഷുവ തന്നെയാണ് ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് എന്നാണ് യഹൂദരുടെ താൽമൂദിൽ പറയുന്നത്. അവസാന ഭാഗങ്ങൾ പ്രധാന പുരോഹിതനായ എലയാസറും, സമാപന ഭാഗം 24-ാമത്തെ അധ്യായം 32 തുടങ്ങി 32-31 വാക്യങ്ങളിൽ എലയാസറിൻ്റെ മകനും പിൻഗാമിയുമായ പ്രധാന പുരോഹിതനായ ഫിനെഹാസും രചിച്ചു. എഴുതപ്പെട്ടിരിക്കുന്ന രേഖകൾ വായ്മൊഴിയായി കൈമാറിയിരുന്നതുമായ പാരമ്പര്യങ്ങളും ശേഖരിച്ച് BC 6-ാം നൂറ്റാണ്ടിൽ നിയമാവർത്തന ചരിത്രകാരൻ ജോഷുവയുടെ ഗ്രന്ഥത്തിന് അന്തിമ രൂപം നൽകി എന്ന് കരുതപ്പെടുന്നു. ജോഷുവയുടെ പുസ്തകത്തിലെ ദൈവശാസ്ത്ര വിചിന്തനങ്ങൾ നോക്കാം. ഇസ്രായേലിന് വാഗ്ദത്ത ഭൂമി ലഭിച്ചത് യാഹ്വേയുടെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ പ്രതിഫലമായി ജോഷുവ അവതരിപ്പിക്കുന്നു. ജോഷുവയെ പ്രകീർത്തിക്കുന്നുണ്ടെങ്കിലും കാനാൻ സ്വന്തമാക്കലിന് പ്രധാന പ്രചോദനമായി ചൂണ്ടിക്കാട്ടുന്നത് ദൈവത്തെയാണ്. അതിനാൽ സർവസ്തുതിക്കും അർഹൻ ദൈവമാണ്. ഇസ്രായേലിന് ഭൂമി നൽകിയത് ദൈവമാണ്. സൈന്യത്തിൻ്റെ കൂടെ യുദ്ധം ചെയ്തതും അവിടുന്നാണ്. യുദ്ധാനന്തരം ദേശം പങ്കുവെച്ചതും യാഹ്വേയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ. ദൈവത്തെ കൂടാതെ ഒരു യുദ്ധത്തിലും ജയിക്കാനാവില്ല. ആഹാന്റെ ചരിത്രം ഇതിന് ഉദാഹരണമാണ്. ദൈവം നായകനായി മുമ്പേ നീങ്ങുന്നതിനാൽ ജനം വിധേയത്വം പ്രകടിപ്പിക്കണം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ ശുശ്രൂഷിക്കുന്നതാണ് ഈ വിധേയത്വത്തിൻ്റെ ലക്ഷണവും ലക്ഷ്യവും. വാഗ്ദത്ത ഭൂമി കൈവശമാക്കിയതോടുകൂടി ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറിയതേയുള്ളൂ. ഭൂമി ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുള്ള ദർശനം ജോഷുവയുടെ പുസ്തകത്തിന് അന്യമാണ്. പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഈ പ്രസ്താവം കൂടെ ആവർത്തിക്കുന്നത് കാണാം. യാഹ്വേ കാനാൻകാരിൽ നിന്നും ദേശമേറ്റെടുത്ത് ഇസ്രായേൽ ജനത്തിന് അവകാശമായി നൽകുകയാണ്. ഇതിന് പകരമായി ദൈവത്തിൽ പൂർണ്ണ വിശ്വാസവും അനുസരണവുമുള്ള ഒരു ജനതയായി ഇസ്രായേൽ വളർന്നു വരണം. ഇതാണ് ഇതിൻ്റെ മുഖ്യ ദൈവശാസ്ത്ര ചിന്ത. ദൈവം തന്നെ വാഗ്ദാനം നിറവേറ്റുമെന്ന് ഈ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. ആദർശപരമായ ഇസ്രായേലിനെയും ആദർശപരമായ അതിൻ്റെ നേതൃത്വത്തെയും ജോഷുവ വരച്ചു കാട്ടുന്നു. ആശയറ്റ ജനത്തിന് പ്രത്യാശ നൽകുകയും
ദൈവത്തിൻ്റെ വിശ്വസ്തത അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് ഗ്രന്ഥകാരൻ്റെ ലക്ഷ്യം. അബ്രാമിനെ വലിയൊരു ജനതയാക്കുമെന്നും വാഗ്ദത്ത ഭൂമി അവൻ്റെ സന്തതി പരമ്പരകൾക്ക് നൽകുമെന്നും കർത്താവ് നൽകിയ വാഗ്ദാനം പാലിക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള ചിത്രീകരണമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. ജോഷുവയിലാണ് ഇസ്രായേൽ ജനതയുടെ ഈജിപ്തിൽ നിന്നുള്ള മോചനം സമ്പൂർണ്ണമാകുന്നത്. കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് എങ്ങനെയാണ് ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിൽ താമസമുറപ്പിച്ചതെന്ന് ഈ ഗ്രന്ഥത്തിൽ വിവരിക്കപ്പെടുന്നു. ബാബിലോണിയൻ പ്രവാസകാലത്ത് ഇസ്രായേൽ ജനതയ്ക്ക് പ്രത്യാശ എന്നതാകാം ജോഷു എന്ന ഗ്രന്ഥം രചിച്ചവരുടെ ലക്ഷ്യമെന്ന് കരുതാവുന്നതാണ്. അവർക്ക് പിന്തുടർച്ചാവകാശമായി ലഭിച്ച വാഗ്ദത്ത ഭൂമി ജോഷയുടെ നേതൃത്വത്തിൽ സ്വന്തമാക്കിയത് ബാബിലോണിയൻ പ്രവാസകാലത്ത് ഇസ്രായേൽ ജനതയ്ക്ക് ഈ ദേശം വീണ്ടെടുക്കാനാകുമെന്ന ഓർമ്മപ്പെടുത്തലായി മാറുന്നു. ഇസ്രായേലിനോട് ദൈവം പ്രകടിപ്പിച്ച വിശ്വസ്തതയെക്കുറിച്ച് ഈ ഗ്രന്ഥം സാക്ഷ്യം നൽകുന്നു. വാഗ്ദത്ത ഭൂമിയുടെ അവകാശം കരഗതമാകുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയിലാണ് എങ്കിൽ ആ ദേശത്ത് വസിക്കേണ്ടത് ഇസ്രായേൽ ദൈവത്തോട് വിശ്വസ്തർ ആയിരിക്കേണ്ടിയിരിക്കുന്നു. ഭാവിയിൽ ദേശം പിന്തുടർച്ചാവകാശമായി സ്വന്തമാക്കുക എന്നത് പുതിയ നിയമത്തിൽ രക്ഷാകര കർമ്മത്തിലൂടെ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നതിനുള്ള പദപ്രയോഗമായി പിന്നീട് മാറുകയുണ്ടായി. ഗ്രന്ഥത്തിൻ്റെ 4 തിരിക്കാം. 1 തുടങ്ങി 5 വരെയുള്ള അധ്യായങ്ങൾ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നതാണ്. 6 തുടങ്ങി 12 വരെയുള്ള അധ്യായങ്ങൾ ദേശം ആക്രമിച്ച് കീഴടക്കുന്നതാണ്. 13 തുടങ്ങി 22 വരെയുള്ള അധ്യായങ്ങൾ ദേശം ഭാഗിച്ച് നൽകുന്നതാണ്. 23-24 അധ്യായങ്ങൾ അതിൻ്റെ സമാപനവുമാണ്.